ഇതാണ് ഷെയ്ഖുന റൊണാൾഡോ വലിയുള്ള. ഇത് അദ്ദേഹത്തിന്റെ അനിയനും വലിയ സൂഫിയുമായ റഹ്മത്തുള്ള മെസ്സി. ഇവരുടെ സഹോദരങ്ങളാണ് ഇത് രണ്ടും. ഒന്ന് ആലിമുൽ അല്ലാമ ഷെയ്ഖ് എംബാപ്പെ, ഒന്ന് ഷെയ്ഖ് നെയ്മറുദ്ദീൻ ഖാദിരി. ഇങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്ന ഫുട്ബോൾ കാലം എന്നാണ് ഈ മൂന്ന് മഹാന്മാരും ഈ ഒരു മഹദിയും പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഫുട്ബോളിലൂടെ ഇസ്ലാമികത കടത്തിവിടാൻ ഇപ്പോഴല്ല ഇസ്ലാം ശ്രമിച്ചു തുടങ്ങിയത്. ഇസ്ലാം ശ്രമിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി. അടുത്ത ഫിഫ വേൾഡ് കപ്പ് റാങ്കിങ് എങ്ങനെ എടുക്കണ നിങ്ങൾക്ക് തെജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതാൻ അറിയോ? ടീമിന്റെ മെമ്പേഴ്സിന്, അതായത് പ്ലേയേഴ്സിന് തെജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതാൻ അറിയോ? അതേപോലെ അൽഫിം ഫത്തുൽ മുഈനും തിരിയോ? അതേപോലെ മുസ്ലിമും ബുഖാരിയൊക്കെ ഓതി പഠിച്ച ഹദീസൊക്കെ തിരിയോ? ഇതൊക്കെ നോക്കിയിട്ടാണ് അടുത്ത ഫിഫ റാങ്കിങ്ങിൽ ടീം എടുക്കാൻ പോണെന്നാണ്. എടോ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് തിന്നാൻ ചോറും കഞ്ഞി നിങ്ങൾ തിന്നണില്ല, ഓക്കെ സമ്മതിച്ച്. ചാണകം തിന്ന് ജീവിച്ചിന്റെ ഇടയ്ക്ക് നിങ്ങളൊരു കാര്യം ചെയ്യും, രാവിലെയും വൈകുന്നേരവും ഈ പോത്തും പശുവൊക്കെ ഞങ്ങളെ നാട്ടിൽ തിന്നണ ഈ തകിട് പുണ്ണാക്ക് എന്ന് പറയുന്ന സാധനം അതൊക്കെ അര ഗ്ലാസ് വെച്ച് എന്നും രാവിലെ കലക്കിട്ടെങ്കിലും കുടിച്ച് ഇന്നാലെങ്കിലും നിങ്ങളൊക്കെ തലച്ചോറ് എന്തെങ്കിലുമൊക്കെ ഒരു ദിവസമായിട്ട് നന്നായി കിട്ടുമല്ലോ എന്നാണ് ആലോചിച്ചത്.